ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് സ്പോട്ടുമായിട്ടാണ്. നമ്മുടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലിപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഫേമസ് ആയിട്ടായ കൂന്തൽ നിറച്ചത് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല വെറൈറ്റി ഓഫ് സീ ഫുഡ് ഐറ്റംസ് വേറെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ എടക്കാട് നിന്ന് ഗേറ്റ് കയറിയിട്ട് ഉള്ളോട്ടേക്ക് വരുമ്പോൾ ആ വോക്ക് വേൻ്റെ ഒക്കെ സൈഡിലായിട്ടാട്ടോ വരുന്നത്. ഇവിടെ ഈവനിങ് 4 PM ആണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് വരുന്നത് ലീ കാവ്യ എന്നാട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പം ഏകദേശം 7 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളിയാണ്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ സൂപ്പറാട്ടോ. അപ്പോൾ കയറുമ്പം തന്നെ ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് ലൈവായിട്ടുള്ള കിച്ചൺ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ഓഫ് സീ ഫുഡ് ഐറ്റംസ് ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കുറച്ചിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. കൊഞ്ചും മാമൂറും ഒക്കെ ഉണ്ട്. വലിയ വലിയ സൈസിലുള്ളതാട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനത്തെ ലൈവ് കിച്ചണൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മേലയിലേക്ക് കയറി. അങ്ങനത്തെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നല്ല അടിപൊളിയായി ലാവിഷായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റം ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൂന്തൽ നിറച്ച് തന്നെയാട്ടോ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. പക്ഷെ എന്താ പറയുക, ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ ഏകദേശം അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിമാൻഡാട്ടോ അതിനുള്ള ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചെറിയ പീസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. ഒരു പ്ലേറ്റിന് 150 റുപ്പീസ് ആട്ടോ ഇതിന് വന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ചുവയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ആൾക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത് സൈസ് കുറച്ച് ചെറുതാണ്, അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷെ നമുക്കെന്ത് ഫസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഹൈസിക്ക് കൊടുക്കാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായത്. കൂന്തൽ നിറച്ചതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മെനു കാർഡ് ഒന്ന് ജസ്റ്റ് നോക്കി എന്തെങ്കിലും സ്റ്റാർട്ടർ ഓർഡർ ചെയ്ത് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മിക്സ്ഡ് സീ ഫുഡ് ഫ്രൈഡ് ഐറ്റംസ് ആട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന്. അപ്പോൾ ആട്ടോ ഞാൻ ഈ സീലിംഗ് ശ്രദ്ധിച്ചത്. നല്ലയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് ഓലയൊക്കെ മെടയില്ല അതുപോലുള്ളൊരു സീലിംഗ് ആട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഐറ്റം വരുന്നത്. കുറേ സീ ഫുഡ് ഐറ്റംസ് ഫ്രൈ ചെയ്തതാണ്. നമ്മൾ KFCൻ്റെ ഒക്കെ ഒരു ഫ്രൈ ഇല്ലേ ആ ഒരു ടൈപ്പിലാട്ടോ ഇതുള്ളത്. പ്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ കൂന്തലുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്. ഈ ഒരു 3 ഐറ്റം ആട്ടോ ഇതിൽ വരുന്നത്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ട്. അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പോലത്തെ ഐറ്റം വരുന്നുണ്ട് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇതെന്താന്നറിയില്ല. ഞാൻ വിചാരിച്ചത് ഈ എല്ലാ ഐറ്റവും ഏകദേശം സെയിം ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഓരോന്നും ഡിഫറെൻറ്റ് ഫ്ലേവർ ആട്ടോ. ഈ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ രീതിയിൽ ഫ്രൈഡ് കഴിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ആ ഒരു സോസും പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത് 280 റുപ്പീസ് ആട്ടോ വരുന്നത്. ആ ഒരു റേറ്റിന് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ സൂപ്പറാട്ടോ. ക്വാണ്ടിറ്റിയും അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് പേഴ്സണലി ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം കുട്ടികൾക്കും നല്ലോണം ഇഷ്ടമാകും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആയിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം. ഐസക്ക് ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ആൾ കൂടുതൽ കഴിച്ചതും ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ റൈറ്റ് ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കല്ലുമ്മക്കായ പിന്നെ എങ്ങനെ ആക്കി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്കല്ല, എനിക്കാട്ടോ കൂടുതൽ ഇഷ്ടക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കല്ലുമ്മക്കായ എന്ത് ചെയ്താലും. അങ്ങനെ വാഴയിലയിലൊക്കെ ആക്കിയിട്ട് ഒരു എന്താ പറയുക, ഒരു മസാലയൊക്കെ ഇടിച്ചിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. അതിനൊന്നിച്ച് തന്നെ പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ വാഴയില തുറക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാട്ടോ. നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുള്ളൊരു കല്ലുമ്മക്കായൻ്റെ ഒരു ഐറ്റം കേട്ടോ. എനിക്ക് കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊറോട്ട കൂടി ഞങ്ങൾ പ്ലേറ്റിലൊക്കെ ഇട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ച് കല്ലുമ്മക്കായും എടുത്ത് ട്രൈ ചെയ്യാൻ വിചാരിച്ച്. എനിക്ക് സീ ഫുഡ് ഐറ്റംസിൽ കൂടുതൽ ഇഷ്ടം കല്ലുമ്മക്കായ നണ്ടും തന്നെയാണ്. അത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ഞാൻ നല്ലോണം കഴിക്കും. ഡ്രൈ ഫ്രൈ ചെയ്താലും ഈവൻ കറി വെച്ചാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കഷ്ണം പൊറോട്ടയും ഒരു പീസ് കല്ലുമ്മക്കായും കൂട്ടി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പൊറോട്ട മാത്രമല്ല കേട്ടോ, കുബൂസും റുമാലി റൊട്ടിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ
ഇവിടെ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇത്. അപ്പോൾ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്ലുമ്മക്കായ എനിക്കാട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ജുബർക്കാക്ക് അത് നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ആട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓരോരാളുടെ ടേസ്റ്റും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സീ ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 300 റുപ്പീസ് ആട്ടോ ഈ ഒരു പ്ലേറ്റിന് വരുന്നത്. പക്ഷേ എന്താ പറയുക, ടേസ്റ്റ് വൈസ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കുറവായതുപോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ആയിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഈ സ്പോട്ട് ആരും മറക്കണ്ട, ലീക്ക് ആവി എന്നാട്ടോ. ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ താഴെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾക്ക് വന്ന ബില്ല്. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സീ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ബില്ല് പേ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.